നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മാസങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിൽ ദളപതി വിജയ് നായകനായ ബിഗ് ബഡ്ജറ്റ് ചിത്രം ജനനായകൻ റിലീസിന് എത്തുകയാണ്. ഈ മാസം 23-നാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. റിലീസിന് മുന്നോടിയായി ആരാധകർക്ക് ആവേശമായി ചിത്രത്തിന്റെ ആദ്യ പ്രൊമോ പുറത്തിറക്കിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ഇപ്പോൾ വിജയുടെ ആക്ഷൻ രംഗങ്ങൾ കോർത്തിണക്കിയ പ്രമോഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിജയ് പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും തമിഴ്നാട് മുഖ്യമന്ത്രിയാവുകയും ചെയ്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ അവസാന ചിത്രമാണ് ജനനായകൻ. ചിത്രം ജനുവരിയിൽ പൊങ്കാൽ സമയത്ത് റിലീസ് ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്നതാണെങ്കിലും എന്നാൽ സർട്ടിഫിക്കേഷൻ പ്രശ്നങ്ങൾ കാരണമാണ് വൈകാനിടയായത്. ഇതിനിടെ ചിത്രം എങ്ങനെയാവും സ്വീകരിക്കപ്പെടുക എന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പണിംഗ് കളക്ഷനായി 100 മുതൽ 150 കോടി വരെ ആയിരിക്കുമെന്നാണ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. ദളപതി ആരാധകർക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇമേജും തങ്ങളുടെ സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത്. വിജയുടെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഗോട്ട് 500 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ലിയോ 615 കോടിയും ബീസ്റ്റ്, മാസ്റ്റർ, ബിഗിൽ എന്നിവ 300 കോടിയും വീതമാണ് വാരിക്കൂട്ടിയത്. ഈ അടുത്തിടെ ഇറങ്ങിയ ദളപതി ചിത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടിട്ടുമില്ല. അതും പ്രേക്ഷകർക്കിടയിൽ നല്ല പ്രീതി ഉണ്ടാക്കിയ ഒന്ന് തന്നെയായിരുന്നു. ജനനായകൻ റിലീസ് തീയതി തീരുമാനിച്ചതോടെ അതേ സമയത്ത് റിലീസ് ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്ന പല സിനിമകളും റിലീസിംഗ് മാറ്റിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ജനനായകനുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിരുന്നു ഇത്. ഏറ്റവും ആദ്യം റിലീസിന് മാറ്റിവെച്ചത് വിജയുടെ മകൻ കൂടിയായ ജേസൺ സഞ്ജയുടെ സിഗ്മ എന്ന ചിത്രമായിരുന്നു. ജേസൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത്. നേരത്തെ ജൂലൈ 31-ന് പുറത്തിറങ്ങുവാൻ നിശ്ചയിച്ചിരുന്നതാണ് ഇത്. ഇതിപ്പോൾ ആഗസ്റ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നാലെ GV പ്രകാശ് കുമാറും കയാതു ലോഹറും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഇമ്മോർട്ടൽ എന്ന സിനിമയും തങ്ങളുടെ റിലീസ് മാറ്റിവെച്ചതായി അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ ജൂലൈ 23-ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ച സിനിമയാണ് GV പ്രകാശ് തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ദളപതി വന്നാൽ തള്ളിപ്പോയി തന്നെ ആകണം, അതായത് ദളപതി വന്നാൽ നമ്മൾ മാറിക്കൊടുക്കണമെന്നും അതാവും വൺ ലാസ്റ്റ് ടൈം, ബെസ്റ്റ് ഓഫ് ലക്ക് എന്നും ജയൻ പറയുന്നുണ്ട്. ഇമ്മോർട്ടൽ സെപ്റ്റംബർ 4-ന് തിയേറ്ററുകളിൽ എത്താം എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലായിട്ടാണ് സിനിമ പുറത്തെത്തുക. അതിനിടെ ലോകേഷ് കനകരാജും വാമിക ഗബ്ബിയും നായകന്മാരാകുന്ന DC എന്ന ചിത്രവും നേരത്തെ നിശ്ചയിച്ച തീയതി റിലീസ് മാറ്റിവെച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ജൂലൈ 31-നാണ് സിനിമ റിലീസ് ചെയ്യുവാൻ ഇരുന്നിരുന്നത്. ഇതിനിടെ ജനനായകനായി വിജയ് വാങ്ങിയത് റെക്കോർഡ് പ്രതിഫലമാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സിനിമ നിർമ്മിച്ചത് 380 കോടി രൂപയ്ക്കാണെന്നും അതിൽ 3/4 ഭാഗത്തിലേറെ പോയത് വിജയുടെ പ്രതിഫലമായിട്ടാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് പ്രകാരം 220 കോടിയാണ് വിജയ് ഇതിലെ അഭിനയത്തിനായി ലഭിച്ചത്. വിജയുടെ ആദ്യത്തെ പ്രതിഫലം 500 രൂപയായിരുന്നു. ജനനായകന് മുൻപ് റിലീസ് ഗോട്ട എന്ന ചിത്രത്തിൽ അദ്ദേഹം വാങ്ങിയ പ്രതിഫലം 200 കോടിയാണ്. ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ഒന്നു മാത്രമാണ്: അവസാനമായി ദളപതി കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമോ ഇല്ലയോ എന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായും നടനുമായും വിജയുടെ ഏറെ പ്രതീക്ഷയോടെ ഉണർത്തുന്ന ചിത്രമാണ് ജനനായകൻ. റിലീസിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സംവിധായകൻ H. വിനോദ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് വിജയുടെ അവസാന സിനിമയായി കാണേണ്ടതില്ലെന്നും മറിച്ച് മുഖ്യമന്ത്രി വിജയുടെ ആദ്യ സിനിമയായി കാണേണ്ടതെന്നും സംവിധായകൻ പറയുന്നുണ്ട്. സിനിമ വികടന് നൽകിയ അഭിമുഖത്തിലാണ് VH വിനോദ് ഇതിനെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും വിജയുടെ രാഷ്ട്രീയ യാത്രകളെക്കുറിച്ചും വിശദമായി സംസാരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും വിജയ് സാറിന്റെ അവസാന ചിത്രമാണോ എന്ന് ഇപ്പോൾ ആർക്കും ഉറപ്പിച്ചു പറയാൻ ആകില്ല. പക്ഷേ ഇത് മുഖ്യമന്ത്രി വിജയുടെ ആദ്യ സിനിമയായി എന്ന് വേണം പറയാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനനായകൻ ഒരു സാധാരണ മാസ് കൊമേഴ്ഷ്യൽ ചിത്രമല്ലെന്നും ജനാധിപത്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നവരെയും അതിനെ സംരക്ഷിക്കുവാൻ പോരാടുന്നവരും തമ്മിലുള്ള സംഘട്ടനമാണ് ചിത്രത്തിലെ പ്രമേയമെന്നും വിനോദ് വ്യക്തമാക്കിയിട്ടുണ്ട്. TVയിൽ വിജയ് സാറിനെ പുകഴ്ത്തുവാനോ മഹത്വവൽക്കരിക്കുവാനോ വേണ്ടി എടുത്ത സിനിമയല്ല ഇത്. അതീവ ഗൗരവമുള്ള രാഷ്ട്രീയമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ചിത്രം കണ്ടുകഴിഞ്ഞാൽ നിരവധി ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സംവിധായകൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ചിത്രത്തിന്റെ കഥ ആദ്യം മറ്റൊരു പ്രമുഖ നടനോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ പശ്ചാത്തലം കേട്ടപ്പോൾ അദ്ദേഹം പിന്നോട്ട് പോയെന്നും വിനോദ് വെളിപ്പെടുത്തിയിരുന്നു. നടന്റെ പേര് പറയാതെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. കഥ കേട്ട ശേഷം അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഇത് വർക്കാകുമോ എന്നാണ് ചോദിച്ചത്. അറിയില്ല സാർ, നോക്കാമെന്ന് ഞാൻ മറുപടിയും നൽകി. അതോടെ ആ സിനിമ ചെയ്യാനുള്ള ധൈര്യം അവിടെ അവസാനിച്ചു എന്നും വിനോദ് പറയുന്നുണ്ട്.
വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ നിമിഷമായ നെയ്വേലി സെൽഫിയുമായി ജനനായകൻ എന്ന പേരിന് ബന്ധമുണ്ട് എന്നാണ് സംവിധായകൻ പറയുന്നത്. ജനങ്ങളുടെ നായകൻ എന്ന അർത്ഥവും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന നായകൻ എന്ന അർത്ഥവും ഒരുപോലെ ചിത്രത്തിന്റെ പേരിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആധുനിക യുദ്ധരീതികളും ജനാധിപത്യത്തിന് നേരെയുള്ള ഭീഷണികളുമാണ് ചിത്രത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമെന്നും വിനോദ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം ചിത്രത്തിന് ലഭിച്ച എ സർട്ടിഫിക്കറ്റ് നിരാശപ്പെടുത്തുന്നതാണെന്നും വിജയുടെ സിനിമകൾ കാണുവാൻ പതിവായി എത്തുന്ന കുട്ടികൾക്ക് ഇത്തവണ ചിത്രം കാണാനാകില്ല എന്നതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൂപ്പർ താരം വിജയുടെ അവസാന സിനിമ ജനനായകൻ തെലുങ്ക് ചിത്രം ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ എച്ച് വിനോദ്. ജനനായകൻ 50% ഭഗവത് കേസരിയിൽ നിന്നാണ് ഉള്ളത്. ചിത്രത്തിന്റെ ആദ്യ പകർപ്പിൽ 60%, മധ്യഭാഗത്തിൽ രണ്ടാം പകർപ്പിൽ 20% സാമ്യങ്ങളുണ്ട് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. സത്യത്തിൽ തനിക്ക് റീമേക്കിന് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും പക്ഷേ സിനിമ ഇഷ്ടപ്പെട്ടുവെന്നും ഒന്നുകൂടി ആലോചിക്കൂ എന്ന് വിജയ് പറഞ്ഞതുകൊണ്ടാണ് സമ്മതിച്ചത് എന്നുമായിരുന്നു വിനോദ് പറഞ്ഞത്. ബാലകൃഷ്ണയുടെ സ്റ്റൈൽ എങ്ങനെ തമിഴ് സിനിമയിൽ വിജയ് കൊണ്ടുവരുമെന്നോർത്ത് താൻ ആശങ്കയിലായിരുന്നുവെന്നും വിനോദ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിജയ് സാറിനോട് എനിക്കുള്ള വലിയ ബഹുമാനവും അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തിനായി നിലകൊള്ളുന്നു എന്നത് തന്നെയാണ്. പിങ്കിന്റെ റീമേക്ക് ചെയ്യുമ്പോൾ അജിത്തിനെയും ഇതേ ആത്മാർത്ഥതയാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. വിജയുടെ അവസാന സിനിമയിൽ ജോലി ചെയ്യുവാനുള്ള അവസരം താൻ നഷ്ടപ്പെടുത്തിയില്ലെന്നും വിനോദ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ആകട്ടെ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നടനായിട്ടല്ല സംവിധായകനായിട്ടാണ് ജെയ്സന്റെ അരങ്ങേറ്റം നടക്കാൻ പോകുന്നത്. ജെയ്സൺ സംവിധാനം ചെയ്യുന്ന സിഗ്മ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ. വിജയുടെ മകൻ ആയതുകൊണ്ട് തന്നെ ജെയ്സൺ അഭിനയത്തിലേക്ക് തിരിയും എന്നാണ് ആരാധകരിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സംവിധായകനാകാനാണ് താല്പര്യമെന്നും നടനാകാൻ തനിക്ക് താല്പര്യമില്ലെന്നുമായിരുന്നു ജെയ്സൺ പറഞ്ഞത്.